ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പെരിയാറിൻ്റെ തീരത്ത് പിറവിയെടുത്ത ഒരു ചരിത്ര കഥയുടെ ഓർമ്മച്ചെപ്പ് ഇന്നിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നുവയ്ക്കുകയാണ്. പാഷണ്ഡതയുടെ കിഴക്കൻ കാറ്റേറ്റ് തകർന്നു പോകാതെ, പിറന്ന മണ്ണിൻ്റെ ദുരാചാരങ്ങളിൽ പെട്ടുപോകാതെ, വിശ്വാസത്തിൻ്റെ തണൽ മരമായി വളർന്ന വരാപ്പുഴ അതിരൂപതയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ കഥ പറയുകയാണിവിടെ. മൂലംപിള്ളിയെക്കുറിച്ചുള്ള ഓരോ കഥയും തുടങ്ങുന്നത് ഈ മണ്ണിൻ്റെ മൃദുസ്പന്ദനങ്ങളിൽ നിന്നാണ്. നൈസർഗികമായ സൗരഭ്യം പരത്തിയിരുന്ന കുളിർക്കാറ്റിൽ നിന്നും, വികസനത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തിയ നാട്ടുവഴികളിലൂടെയും ഒരിക്കൽ നടന്നുപോയ മനുഷ്യരുടെ ചുവടുകൾ ഇപ്പോഴും ഈ നാട്ടിൽ പ്രതിധ്വനിയായി മുഴങ്ങുന്നുണ്ട്. തലമുറകൾ കൊണ്ട് കടന്നുപോയ ജീവിതങ്ങളുടെ മണവും പാരമ്പര്യത്തിൻ്റെ ചൂടുമുള്ളൊരു ഗ്രാമം, അതാണ് നമ്മുടെ മൂലംപിള്ളി. കാലം മാറിയതു മുതൽ ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റി ഒഴുകുന്ന പെരിയാറിൻ്റെ ജലമർമരങ്ങൾ പോലെ ഇവിടെ ജനിച്ച കഥകൾക്കും ഒരു സ്വരമുണ്ട്, ഒരു താളമുണ്ട്. കളിമൺ പാത്ര നിർമ്മാണങ്ങളിലൂടെയും നാട്ടുപണികളിലൂടെയും പാട്ടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആഘോഷങ്ങളിലൂടെയും മൂലംപിള്ളി അതിൻ്റെ ജീവിതം പുനഃസൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഇനി തുടങ്ങുന്ന കഥ ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം മാത്രമല്ല, അവിടുത്തെ മനുഷ്യരുടെയും അവരുടെ സ്വപ്നങ്ങളുടെയും വലിയ പോരാട്ടങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും കഥയാണ്. മൂലംപിള്ളി എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെ വളർന്നു, എങ്ങനെ ഇന്നത്തെ നിലയിലെത്തി എന്നതിലേക്കുള്ളൊരു യാത്രയാണത്. ഈ യാത്രയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആയിരത്തി 1341 അതിശക്തമായൊരു മഴക്കാലം. കറുത്തിരുണ്ട മാനം തൻ്റെ ശക്തിപ്രഭാവം പ്രകടമാക്കിയ ഭീതിജനകമായ രാപ്പകലുകൾ. ഇടവിടാതെ പെയ്ത മഴയുടെ ദിനരാത്രങ്ങൾക്കപ്പുറം അന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ വെള്ളപ്പൊക്കം രൂപപ്പെട്ടു. ജലം അതിൻ്റെ തീവ്ര താണ്ഡവത്താൽ പ്രദേശങ്ങളെ തച്ചു തകർത്ത് നിറഞ്ഞാടി. ശക്തമായ മഴവെള്ളത്തോടൊപ്പം കിഴക്കൻ മലമ്പ്രദേശങ്ങളിൽ നിന്നും കുത്തിയൊലിച്ചു വന്ന ധാരാളം മണലും ചെളിയുമെല്ലാം പെരിയാറിൻ്റെ കൈവഴിയിലൂടെ പ്രവഹിച്ചു. ഒഴുകിവന്ന മണ്ണും ചെളിയുമെല്ലാം പെരിയാറിൻ്റെ അരികോരങ്ങളിൽ കടലിലേക്ക് പതിക്കാൻ വിസമ്മതിക്കുന്നത് പോലെ കൂനകളായി കെട്ടിക്കിടന്നു. മഴയുടെയും പ്രളയത്തിൻ്റെയും ആ ഭയാനക ദിനരാത്രങ്ങൾക്കിപ്പുറം പിൻവാങ്ങലിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ഒരു മഹാപ്രളയത്തിൻ്റെ പ്രത്യക്ഷ പ്രതീകങ്ങളെന്നോണം അവശേഷിപ്പിച്ച ഈ മൺതിട്ടകൾ പിന്നീട് ദ്വീപുകളായി രൂപാന്തരപ്പെടുകയായിരുന്നു. കടലിനെയും മത്സ്യബന്ധത്തെയും ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന പ്രദേശവാസികൾ ഈ ദ്വീപുകളെ താമസിക്കുവാനുള്ള സ്ഥലങ്ങളായി തിരഞ്ഞെടുത്തു. അത്തരത്തിൽ രൂപപ്പെട്ട ദ്വീപുകളാണ് മൂലംപിള്ളി, ഗോതുരുത്ത്, തുരുത്തിപ്പുറം, കടമക്കുടി, മുട്ടിനകം, ചേന്നൂർ, വരാപ്പുഴ, കോതാട്, പിഴല, ചെറിയ കടമക്കുടി, മുളവുകാട്, വല്ലാർപാടം മുതലായ ദ്വീപുകൾ. 1503 മുതൽ 1948 വരെ കൊച്ചി ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. ഉണ്ണിരാമൻ കോയി തമ്പുരാൻ മുതൽ രാമവർമ്മ വരെയുള്ള രാജാക്കന്മാർ കൊച്ചി ഭരിച്ചു. 1948 കൊച്ചി രാജ്യത്തിൻ്റെ വിസ്തൃതി 14,173 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. മൂലംപിള്ളി ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളും കൊച്ചിയുടെ അധീനതയിലായിരുന്നു. 1673 മത്തേവൂസ് അച്ഛൻ കർമ്മലമാതാവിൻ്റെ പേരിൽ വരാപ്പുഴയിൽ ഒരു പള്ളി നിർമ്മിക്കുന്നു. ചാത്തനാട്, കൂനമ്മാവ്, തോട്ടക്കാട്ടുകര, മഞ്ഞുമ്മൽ, കോതാട്, ചേരാനല്ലൂർ, പിഴല, മൂലംപിള്ളി, കടമക്കുടി, ചേന്നൂർ, ഏലൂർ, കോട്ടുവള്ളി, ആലുവ, നീറിക്കോട്, മുട്ടിനകം, ഏലൂർ എന്നീ സ്ഥലങ്ങളിലെ ഇടവകകൾ മുൻകാലങ്ങളിൽ വരാപ്പുഴ പള്ളിയുടെ കീഴിലായിരുന്നു.
1673 മത്തേവൂസ് പാതിരി ചാത്യാത്തും മൗണ്ട് കാർമൽ ചർച്ച് എന്ന പേരിൽ ഒരു പള്ളി പണി. അങ്ങനെ ചാത്യാത്ത് ഇടവകയുടെ കീഴിലേക്ക് മാറ്റപ്പെട്ടു മൂലംപള്ളിയിലെ അക്കാലത്തെ ക്രൈസ്തവ സമൂഹം. അന്നു മുതൽ മൂലംപള്ളിയിലെ ക്രിസ്ത്യാനികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് ചാത്യാത്ത് പള്ളിയിലെ കർമ്മലീത്ത വൈദികരായിരുന്നു. ആദ്യകാലങ്ങളിൽ ചെട്ടി വിഭാഗക്കാരായ മുക്കുവരും വിവർത്തനം ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികളായ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാരുമാണ് മൂലംപള്ളിയിൽ താമസിച്ചിരുന്നത്. 8 വീടുകളിലായി ആകെ 53 ലത്തീൻ ക്രൈസ്തവർ മാത്രമാണ് മൂലംപള്ളിയിൽ വസിച്ചിരുന്നത്. 18-ാം ശതകത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് കുന്നുംകുളത്തു നിന്നുള്ള ചില ആളുകൾ വന്ന് മൂലംപള്ളിയിൽ താമസമാക്കി. വിശ്വാസാധിഷ്ഠിതമായ ജീവിതശൈലി അന്നത്തെ ജനതയുടെ മുഖമുദ്ര തന്നെയായിരുന്നു. ആ വിശ്വാസ തീക്ഷ്ണത തിരിച്ചറിഞ്ഞ ചാത്യാത്ത് പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അഗസ്റ്റിൻ ഡിസിൽവ എന്ന വൈദികന്റെയും വലിയത്ര വലിയപാരച്ചൻ്റെയും പനക്കൽ അന്ത എന്ന വ്യക്തിയുടെയും ശ്രമഫലമായി 1875 നിർമ്മിച്ചതാണ് മൂലംപള്ളിയിലെ ആദ്യ ദേവാലയം. അടയ്ക്കാമരത്തിന്റെ കുറ്റികൾ നിലത്ത് കുത്തി നിർത്തി ഇല്ലിമുള്ളുകൊണ്ട് അവ ബന്ധിച്ചു നിർത്തിയാണ് ഭിത്തികൾ തീർത്തത്. ഇല്ലിമുള്ളുകൊണ്ട് തന്നെ മേൽക്കൂരയും പണിതു. തെങ്ങിന്റെ മെടഞ്ഞ ഓല കൊണ്ട് മേൽക്കൂര മേയുകയും ചെയ്തു. നിലത്ത് പൂഴി നിറഞ്ഞ മണ്ണ് തന്നെയായിരുന്നു. ഏകദേശം 50 അടിയോളം നീളവും 20 അടി വീതിയും ഉണ്ടായിരുന്ന ആദ്യ ദേവാലയത്തിന് അങ്ങനെ 1875 മൂലംപള്ളി ഒരു സ്വതന്ത്ര ഇടവകയായി മാറി. ചെറിയ കടമക്കുടി, ചിറ്റൂർ എന്നീ പ്രദേശങ്ങളിലെ ക്രൈസ്തവ സമൂഹം മൂലംപള്ളി ഇടവകയുടെ ഭാഗങ്ങളായിരുന്നു. അന്നത്തെ വികാരി ഫാദർ അഗസ്റ്റിൻ ഡിസിൽവയുടെ ആഗ്രഹപ്രകാരമാണ് മൂലംപള്ളി പള്ളിക്ക് സെയിന്റ് അഗസ്റ്റിൻ എന്ന വിശുദ്ധന്റെ നാമധേയം ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. ഞായറാഴ്ചകളിൽ മാത്രമാണ് ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കപ്പെട്ടിരുന്നത്. ആ ദിനങ്ങളിൽ ചിറ്റൂരിൽ നിന്നും ചെറിയ കടമക്കുടിയിൽ നിന്നും വഞ്ചിയിൽ കടത്തുകടന്നാണ് വിശ്വാസികൾ ഇവിടെ എത്തിയിരുന്നത്. ഒരു കാലഘട്ടത്തിന്റെ വിശ്വാസത്തിന്റെ പ്രത്യക്ഷ പ്രതീകങ്ങളായിരുന്നു അന്നത്തെ ആ ദിനങ്ങൾ. ദേവാലയത്തിന്റെ പരിമിതികൾക്കപ്പുറം ഒരു വിശ്വാസ കൂട്ടായ്മയായിരുന്നു അവിടെ പ്രതിധ്വനിക്കപ്പെട്ടിരുന്നത്. ഓലമേഞ്ഞ മേൽക്കൂരയായിരുന്നതിനാൽ മഴക്കാലം വരുന്നതിന് മുൻപ് മേൽക്കൂര പൊളിച്ചു പുതിയത് പണിയണമായിരുന്നു. സ്വഭവനം പോലെ ദേവാലയത്തെ കണ്ടിരുന്ന ഇവിടുത്തെ വിശ്വാസികൾ തന്നെയായിരുന്നു അതെല്ലാം ചെയ്ത് പോന്നിരുന്നത്. കാലം കഴിയുന്തോറും വിശ്വാസികളുടെ എണ്ണവും വിശ്വാസത്തിൻ്റെ ആഴവും വർദ്ധിച്ചു. ഇന്നാട്ടിലെ വിശ്വാസികളുടെ അഭയവും ആശ്രയവുമായി ദേവാലയം മാറ്റപ്പെട്ടു. ദേവാലയത്തിന് കാലാവസ്ഥ വ്യതിയാനങ്ങൾ അതിജീവിക്കാൻ പ്രാപ്തമല്ലാതായപ്പോൾ അല്പം കൂടെ കെട്ടുറപ്പുള്ളൊരു ദേവാലയത്തെക്കുറിച്ചുള്ള ആഗ്രഹം നാം വിട്ടു. ദാരിദ്ര്യത്തിൻ്റെ ആ ദിനങ്ങളിലും വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന ഇവിടത്തുകാർ അതൊരു സ്വപ്നമെന്നോണം നെഞ്ചിലേറ്റി. അങ്ങനെ അന്നത്തെ വികാരി ജോൺ ഗൊൺസാൽവസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ പുതിയ പള്ളിപ്പണി ആരംഭിച്ചു. ഇന്ന് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നിടത്തായിരുന്നു രണ്ടാമത്തെ പള്ളി. കരിങ്കല്ലുകൊണ്ട് തറ നിർമ്മിച്ചു. വെട്ടുകല്ലും കുമ്മായവും കൊണ്ട് ഭിത്തി നിർമ്മിച്ചു. മേൽക്കൂര മരത്തിൻ്റെ പട്ടിക കൊണ്ട് നിർമ്മിച്ച് അതിൽ ഓടുമേഞ്ഞു. തറ കൽപ്പൊടി കൊണ്ട് ഉറപ്പിച്ച് ചാണകം മെഴുകി. കിഴക്ക് ദർശനമായി നിർമ്മിച്ച ദേവാലയത്തിന് ഏകദേശം 75 അടി നീളവും 30 അടി വീതിയും ഉണ്ടായിരുന്നു. ഇടവകയിൽ താമസിച്ച് സേവനമനുഷ്ഠിക്കുന്നതിന് ഫാദർ ക്ലമന്റ് മരിയ കൊറയ അച്ഛനാണ് ഇവിടെ വൈദിക മന്ദിരം നിർമ്മിക്കുന്നത്. അങ്ങനെ വൈദികർ ഇവിടെ തന്നെ താമസിച്ച് നാടിൻ്റെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി തുടങ്ങി. അക്കാലഘട്ടത്തിൽ മൂലംപള്ളിയിൽ ഒരു സെമിത്തേരി നിർമ്മിക്കണമെന്നത് അനിവാര്യമായി തീർന്നു. മൂലംപള്ളിയിൽ നിന്നും ചിറ്റൂരിൽ നിന്നുമുള്ള മൃതദേഹങ്ങൾ വഞ്ചിയിൽ കയറ്റി ചാത്യാത്ത് കൊണ്ടുപോയാണ് സംസ്കരിച്ചിരുന്നത്. ഈ ബുദ്ധിമുട്ടൊഴിവാക്കാൻ ഫാദർ ജോസഫ് നൊറോണയുടെ ശ്രമഫലമായാണ് ഇന്നാട്ടിൽ സെമിത്തേരി നിർമ്മിക്കപ്പെട്ടത്. കാലങ്ങൾക്കിപ്പുറം ഇന്നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞത് ഫാദർ റൈസ്ലാൻഡർ ആയിരുന്നു. അച്ഛൻ്റെ നിരന്തരമായ അഭ്യർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായി പള്ളിയോട് ചേർന്നൊരു പള്ളിക്കൂടം നിർമ്മിക്കാൻ ആരംഭിച്ചു. അങ്ങനെ 1911
വിശുദ്ധ ഔസേ പിതാവിൻ്റെ നാമധേയത്തിൽ ഒരു ലോവർ പ്രൈമറി സ്കൂൾ ആരംഭിക്കുന്നു. വിദ്യാഭ്യാസം അന്യമായിരുന്ന നമ്മുടെ പൂർവികർ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു തുടങ്ങിയത് ഇവിടെ നിന്നാണ്. പനമ്പ് കൊണ്ട് ഭിത്തി തീർത്ത് ഓലമേഞ്ഞ മേൽക്കുരയാൽ തീർത്തതായിരുന്നു ആദ്യത്തെ സ്കൂൾ കെട്ടിടം. മൂലംപിള്ളിയിലെ ജനസാന്ദ്രത കൂടിയപ്പോൾ ഉറപ്പുള്ള മറ്റൊരു ദേവാലയം നിർമ്മിക്കാൻ വിശ്വാസ സമൂഹം നിർബന്ധിതരായി. ഒപ്പം വിശുദ്ധ അഗസ്തീനോസിനോടുള്ള അതിരട്ട ഭക്തിയും ആശ്രയബോധവും അതിന് കാരണമായി മാറി. ഡച്ച് നിർമ്മിതിയുടെ കമനീയ സൗന്ദര്യം കടമെടുത്ത് മറ്റൊരു ദേവാലയ നിർമ്മിതിക്ക് ആരംഭം കുറിക്കപ്പെട്ടു. കൊത്തുപണികളാലും ചിത്രപ്പണികളാലും ഉയർന്നു പൊങ്ങിയ ആ ദേവാലയം അന്നൊരു അത്ഭുതം തന്നെയായിരുന്നു. നീലവർണ്ണത്താൽ മുഖരിതമായ ദേവാലയത്തിൻ്റെ അൾത്താര പോലും സ്വർഗീയ അനുഭൂതി നൽകുന്നതായിരുന്നു. ദേവാലയ കേന്ദ്രീകൃത ജീവിതം നയിച്ചിരുന്ന ഒരു തലമുറയുടെ വിശ്വാസ രൂപീകരണത്തിൻ്റെ നാൾവഴികളായിരുന്നു അന്നേരം പിന്നിട്ടിരുന്നത്. ദൈവാശ്രയത്തിൽ സ്വയം സമർപ്പിച്ച് വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിച്ച് ജീവിച്ചൊരു ജനത. വിശുദ്ധ അഗസ്തീനോസിനോടുള്ള അതിരറ്റ ഭക്തി കെടാത്ത ആശ്രയത്തിൻ്റെ തീനാളമായി മനസ്സിൽ സൂക്ഷിച്ചു പോന്നു ഇവിടുത്തുകാർ. ആ വിശ്വാസത്തിൻ്റെയും ആശ്രയബോധത്തിൻ്റെയും പ്രതീകമെന്നോണം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അഗസ്റ്റിൻ എന്ന നാമധേയം കൂട്ടിച്ചേർത്ത് പേരുകൾ നൽകിപ്പോന്നു. ആ പാരമ്പര്യത്തിൻ്റെ ഇന്നുമുള്ള അടയാളങ്ങളാണ് നമ്മുടെ ഇടവകയിൽ ഇത്രയേറെ അഗസ്റ്റിൻ നാമധാരികൾ. സേവനമനുഷ്ഠിക്കാനെത്തുന്ന വൈദികർക്കൊപ്പം നിന്ന് നാടിൻ്റെ ഉന്നമനത്തിനും വിശ്വാസ വളർച്ചയ്ക്കും വേണ്ടി പരിശ്രമിച്ചിരുന്ന പൂർവികർ എന്നും നമ്മുടെ അഭിമാനമാണ്. അവർ പകർന്നു നൽകിയ വിശ്വാസ ജ്വാല ഇന്നും ഒളിമങ്ങാതെ ഈ നാട്ടിൽ ശോഭിക്കുന്നു. ഇടവക വിപുലമായപ്പോൾ ചിറ്റൂരിൽ ഒരു ദേവാലയം പണിയുന്നതിനായി ശ്രമങ്ങൾ ആരംഭിച്ചു. 1950 ഫാദർ പോൾ ലൂയിസ് ചിറ്റൂരിൽ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. അങ്ങനെ ചിറ്റൂർ ഒരു സ്വതന്ത്ര ഇടവകയായി മാറ്റപ്പെട്ടു. ചെറിയ കടമക്കുടി മൂലംപള്ളിയുടെ ഭാഗമായി തന്നെ തുടർന്നു. വാഹന സൗകര്യങ്ങൾ അപ്രാപ്യമായിരുന്ന കാലഘട്ടത്തിൽ പ്രതികൂല കാലാവസ്ഥകളെപ്പോലും തൃണവൽക്കരിച്ചാണ് ചെറിയ കടമക്കുടിയിലെ വിശ്വാസികൾ മൂലംപള്ളി പള്ളിയിൽ എത്തിയിരുന്നത്. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച നിശ്ചയദാർഢ്യമാണ് അവിടെ വെളിവായത്. ആടിയുലയുന്ന ചെറുവള്ളങ്ങളിൽ കുടുംബസമേതം വന്ന് ദിവ്യബലികൾ അർപ്പിക്കാൻ ചെറിയ കടമക്കുടിയിലെ വിശ്വാസികൾ ശ്രദ്ധ പുലർത്തിയിരുന്നു. പള്ളിയോടും പള്ളിമുറ്റത്തോടുമുള്ള അഭേദ്യമായ ഒരു ബന്ധം പുലർത്തിയിരുന്നു ഇന്നാട്ടിലെ ജനസമൂഹം. സങ്കടമായാലും സന്തോഷമായാലും ദേവാലയത്തിൽ വന്ന് സമർപ്പിച്ചിരുന്ന ഒരു ജനത. രാവിലത്തെ ദിവ്യബലിയിൽ പങ്കെടുത്ത് ആരംഭിക്കുന്ന ഒരു ദിനം തങ്ങളുടെ കർത്തവ്യങ്ങൾക്കിപ്പുറം ഈ തിരുമുറ്റത്ത് തന്നെ എത്തുന്നു സായാഹ്ന കാഴ്ചകൾ പതിവായിരുന്നു. പുഴക്കടവോളം നീളുന്ന ഇവിടുത്തെ പഞ്ചസാര മണൽ മുറ്റത്ത് പ്രായഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളും വൈകുന്നേര സമയങ്ങൾ ചിലവിട്ടിരുന്നു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മൂലംപള്ളിയിലെ ദേവാലയം കാലക്രമേണ പഴമയുടെ ജീർണതകൾ ഏറ്റുവാങ്ങി. പുതിയൊരു ദേവാലയം സ്വപ്നം കാണാൻ മൂലംപള്ളിക്കാരെ പഠിപ്പിച്ചതും അത് യാഥാർത്ഥ്യമാക്കിയതും പാവന സ്മരണാർഹനായ മൈക്കിൾ തലക്കെട്ടി അച്ഛനായിരുന്നു. മൂലംപള്ളിയുടെ മുഖച്ഛായ മാറ്റി വരച്ച ഇടവകയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ ദൈവാശ്രയ ബോധവും ഐക്യവും ആഴപ്പെടുത്തിയ ഒരു നവോത്ഥാന നായകനെന്ന് മൈക്കിൾ തലക്കെട്ടി അച്ഛനെ വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. പിന്നങ്ങോട്ട് ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നാളുകളായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ പ്രാരംഭമെന്നോണം 1998 ഓഗസ്റ്റ് 30 ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ ദിനത്തിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഡോക്ടർ ഡാനിയൽ അച്ചാരുപറമ്പിൽ പുതിയ ദേവാലയത്തിന് അടിസ്ഥാന ശിലയിട്ട് ആശീർവദിച്ചു. 1999 ജൂൺ മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭമായി. പഴയ പള്ളിയുടെ പൊളിച്ചു നീക്കൽ ഒരു ചെറിയ നീറ്റലോടെയാണ് മൂലംപള്ളിയിലെ ജനങ്ങൾ നോക്കി നിന്നത്. പിന്നങ്ങോട്ട് സമർപ്പണത്തിൻ്റെയും ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെയും ദിനരാത്രങ്ങളായിരുന്നു. പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലംപള്ളിക്ക് ആവേശത്തിൻ്റെ പുതിയ മാനം നൽകി. പ്രായഭേദമന്യേ ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അഹോരാത്രം പരിശ്രമിച്ച ദിനങ്ങൾ. പള്ളിപണിയുടെ പടത്തലവനായും മാർഗദർശിയുമായും ജനങ്ങൾക്കൊപ്പം നിലകൊണ്ട മൈക്കിളച്ചനെ
സഹായിക്കാനായി ഒരു യുവ വൈദികനെ അതിരൂപതയിൽ നിന്നും നിയോഗിച്ചയച്ചു. ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി. മൂലംപള്ളിയിലെ ആദ്യത്തെയും അവസാനത്തെയും കൊച്ചച്ഛൻ എന്ന ഖ്യാതി ഇന്നുവരെയും സെബാസ്റ്റ്യനച്ഛന് അർഹതപ്പെട്ടതാണ്. തൊഴിലിടങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള തത്രപ്പാടുകളോടെ കാലം. വീടുപണികളെല്ലാം നേരത്തെ തീർത്ത് പള്ളിപ്പണിക്കായി തങ്ങളാലാവുന്നത് ചെയ്യാൻ തയ്യാറായി വന്നിരുന്ന സ്ത്രീജനങ്ങൾ. പള്ളിക്കൂടങ്ങളിൽ നിന്നും തിരിച്ചെത്തി യൂണിഫോം ഊരി വലിച്ചെറിഞ്ഞ് പള്ളിമുറ്റത്തേക്ക് ഓടിയെത്തുന്ന ബാല്യങ്ങൾ. അവർണ്ണനീയമായ ഒത്തുചേരലിൻ്റെയും കൂട്ടായ്മയുടെയും ദിനരാത്രങ്ങൾ. വാഹന സൗകര്യങ്ങൾ മൂലംപള്ളിയിലേക്ക് എത്തിച്ചേരാതിരുന്ന ആ കാലഘട്ടത്തിൽ പുഴമാർഗം പള്ളിക്കടവിലെത്തുന്ന സാധന സാമഗ്രികൾ പണിസ്ഥലത്തേക്ക് എത്തിക്കാൻ തിരക്കിലായിരിക്കുന്നു ആബാലവൃദ്ധം ജനങ്ങൾ. ആർപ്പുവിളികളോടെ ഭാരവണ്ടികളിൽ മണലും മറ്റും വലിച്ചുകൊണ്ടുപോകുന്ന പുരുഷന്മാരും മണൽ വാരാനുള്ള പാത്രങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം സ്വന്തം വീടുകളിലെ പാത്രങ്ങളിൽ മണൽ വാരി നിറച്ചിരുന്ന സ്ത്രീജനങ്ങളും കുട്ടികളും അന്നേ ദിനങ്ങളുടെ മരിക്കാത്ത ഓർമ്മകളാണ്. മൂലംപള്ളിയിലെ ആ ബാലവൃദ്ധം ജനങ്ങളുടെയും വിയർപ്പിനാൽ നനഞ്ഞതും വീടുകളിൽ നിന്നും സ്വരൂപിച്ച ഓരോ പിടി മണ്ണിനാലും ദേവാലയത്തിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുകയായിരുന്നു. മൂലംപള്ളി പള്ളിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ജനതയുടെ ത്യാഗോജ്വലമായ സ്വപ്ന ദിനങ്ങൾ തന്നെയായിരുന്നു അത്. ഇന്ന് മൂലംപള്ളിയുടെ ഹൃദയഭാഗത്ത് അഭിമാന സ്തംഭമായി ഉയർന്നു നിൽക്കുന്ന വിശ്വാസ ഗോപുരമായ മൂലംപള്ളി ദേവാലയത്തിന് ഇന്നാട്ടിൽ ജീവിച്ച വിശ്വാസ സമൂഹത്തിൻ്റെ വിയർപ്പിൻ്റെയും സ്വപ്നത്തിൻ്റെയും ചരിത്രം കൂടി പറയാനുണ്ടാവും. ഏകദേശം 18 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിൻ്റെ വിശ്വാസപ്രഭയാൽ രൂപീകൃതമായ ദേവാലയം അതിൻ്റെ പൂർത്തീകരണത്തിലേക്കെത്തി. അന്ന് പള്ളി ഉയർന്നു പൊങ്ങിയത് പള്ളിമുറ്റത്ത് മാത്രമല്ല, ഓരോ മൂലംപള്ളിക്കാരൻ്റെയും ഹൃദയത്തിലും കൂടെയായിരുന്നു. പിന്നങ്ങോട്ട് ആഘോഷത്തിൻ്റെ ദിനങ്ങൾ, പ്രതിഷ്ഠാദിനത്തിൻ്റെ മുന്നൊരുക്കങ്ങളാൽ മുഖരിതമായ ആഘോഷങ്ങളായിരുന്നു. മൂലംപള്ളിയുടെ ചരിത്രത്തിൽ അഭിമാനത്തോടെ മാത്രം രേഖപ്പെടുത്തേണ്ട പുണ്യദിനം കൂടെയായിരുന്നു 2000 ആണ്ട് ഡിസംബർ 12 തീയതി. പഴയ ദേവാലയത്തിൻ്റെ അതേ പ്രതിഷ്ഠാദിനം തന്നെ ആ കർമ്മം നടത്തണമെന്നത് പാവന സ്മരണാർഹനായ മൈക്കിളച്ചൻ്റെ ദീർഘവീക്ഷണവും ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണവുമായിരുന്നു. അന്നത്തെ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലിത്തയായിരുന്ന പാവന സ്മരണാർഹനായ ഡോക്ടർ ഡാനിയൽ അച്ചാരപറമ്പിൽ പിതാവ് 2000 ഡിസംബർ 12 തീയതി പുതിയ ദേവാലയം ആശീർവദിച്ചു. ഇന്നും ഒരു ജനതയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവും അപയശിലയുമായി മൂലംപള്ളിയിലെ പുതിയ ദേവാലയം തലയെടുപ്പോടെ നിലകൊള്ളുന്നു. അങ്ങനെ മൂലംപള്ളിയിലെ തലമുറകളുടെ സ്വപ്ന സാക്ഷാത്കാര ദിനമായി ഡിസംബർ 12 തീയതി മാറ്റപ്പെടുകയായിരുന്നു. നീണ്ട 150 വർഷത്തെ വിശ്വാസ ചരിത്രം അവകാശപ്പെടാനുണ്ട് മൂലംപള്ളി ഇടവകയ്ക്ക്. ഹൃദയ നറുമില്ലതയുടെ നിഷ്കളങ്കത കളങ്കപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു ജനത ഇന്നും ഈ മണ്ണിലുണ്ട്. ചരിത്രത്തിന്റെ നാൾവഴികളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന വിശ്വാസം ജ്വലിക്കുന്നുണ്ട് ഓരോ മൂലംപള്ളിക്കാരൻ്റെയും മനസ്സിൽ. ചാരിതാർത്ഥ്യത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ നിറവിലാണ് ഇന്നാട്ടുകാർ. നമുക്ക് ലഭിച്ച ഈ വിശ്വാസ ജീവിതം വരും തലമുറയ്ക്ക് കൂടുതൽ ശോഭയോടെ പകർന്നു നൽകാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ ഈ ജൂബിലി ദിനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വരും തലമുറകൾക്ക് മാർഗദർശികളാകാൻ നമുക്ക് അനുദിനം പരിശ്രമിക്കാം. അതിനുള്ള ആഹ്വാനം കൂടെ ആവട്ടെ ഈ ശതോത്തര സുവർണ ജൂബിലി ദിനങ്ങൾ.